മൂകാംബിക നമ്മളെ കുടുംബക്ഷേത്രമായിരുന്നു 24 തലമുറ. ക്രിസ്തശക 1842 മുതൽ 1933 വരെ നമ്മളെ കുടുംബക്ഷേത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ക്ഷേത്ര അഭിവൃദ്ധി ആവട്ടെ എന്നിട്ട് നമ്മൾ ഗവൺമെന്റിക്ക് വിട്ട ക്ഷേത്രം. ആ സമയത്തിലെല്ലാം ഉള്ളത് ചെറിയ കുങ്കുമാർച്ചന, പിന്നെ രഥോത്സവം, പിന്നെ രംഗപൂജ, അങ്ങനെ ചെറിയ വഴിപാടുകളെ ഉണ്ടായിരുന്നു. തീർത്ഥസ്നാന അതെല്ലാം വിശേഷ. പിന്നെ ഭക്തന്മാർ കുറവായിരുന്നു ആ സമയത്തിൽ. ഇപ്പോൾ ഗവൺമെൻറ് ആയിട്ട് പല സേവാ ലിസ്റ്റുകളുണ്ട്. അമ്മയ്ക്ക് കുങ്കുമാർച്ചന, അലങ്കാര പൂജ, മഹാപൂജ, ഉദയാസ്തമന പൂജ, ചണ്ഡികാ ഹോമം, രംഗപൂജ എന്നിട്ടെല്ലാം ഒരുപാട് വഴിപാടുകൾ അമ്മയ്ക്ക് സമർപ്പണ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും എല്ലാ വഴിപാടുകൾ ചെയ്യാൻ പറ്റില്ല. മനസ്സ് കൊണ്ട് അമ്മയ്ക്ക് ഒരു പുഷ്പം സമർപ്പിച്ചാലും അമ്മ അത് സ്വീകരിക്കുന്ന ഭാവ മൂകാംബിക ക്ഷേത്രത്തിലുള്ള ഒരു പ്രത്യേകതയാണ്. പൂർണ്ണ മാതൃസ്വരൂപിണിയായിട്ടുള്ള സ്വരൂപിണി. എന്താന്നാൽ ആ സംഹാരകാലത്തിൽ മൂകാസുരനിക്ക് തിരിച്ച് വാക്ക് കൊടുത്ത് വരം കേട്ട ദേവി അത് പൂർണ്ണ മാതൃസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ്. അങ്ങനെ ശക്തിയുള്ളവർ ചണ്ഡിക, നവചണ്ഡി, ശതചണ്ഡിയും ചെയ്യൂ. ശക്തി ഇല്ലാത്തവർ ഒരു 20 രൂപായി കുങ്കുമാർച്ചന ഉണ്ട്, 60 രൂപായി കുങ്കുമാർച്ചന ഉണ്ട്, സഹസ്രനാമ, പിന്നെ 100, 500ൻ്റെ വഴിപാടുകളെല്ലാം ഉണ്ട്. അത് അവരെ യഥാനുശക്തിയായിട്ട് ചെയ്ത് അനുഗ്രഹം എടുക്കും.